ഹലോ. അപ്പൊ നമ്മളിതാ സൗമ്യ ചേച്ചിയുടെ അടുത്ത് വന്നേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്റെ നഖത്തിൽ കാണട്ടോ നഖം ഒന്ന് സൗമ്യച്ച് എനിക്കിന്ന് കുളിച്ച് കൂട്ടപ്പോയിക്കാൻ തരാന്ന് പറഞ്ഞിട്ട്. എന്താ സൗമ്യച്ച് ചെയ്യാൻ പോണേ നമ്മള് ജെൽ പോളിഷ് ഇടാൻ പോവാണ്. ഓക്കെ. നന്ദനക്ക് നിറയെ ഫങ്ഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നത് റിമൂവ് ചെയ്യലും പുതിയതിടലും എളുപ്പമല്ലല്ലോ. അപ്പൊ നമ്മള് ജെൽ പോളിഷ് ഇട്ട് കൊടുക്കണം. അത് ഒരു മാസം വരെ എന്തായാലും ലാസ്റ്റ് ചെയ്യും. അതിനെങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? നമുക്ക് 2 ബ്രാൻഡ് ഉണ്ട്. ഒരു ബ്രാൻഡ് ആണെങ്കിൽ 1000 വരും, മറ്റേതാണെങ്കിൽ 500. നമുക്ക് ലാഭമാണല്ലോ ഗൈസ്. എന്തായാലും നമുക്ക് ഈ നെയിൽ പോളിഷ് ഇട്ട് റിമൂവ് ചെയ്ത് ഏറ്റവും ലാഭമാണ്. നമുക്ക് നെയിൽ പോളിഷ് വാങ്ങാൻ തന്നെ ഇപ്പൊ ഒരു 100 ഉണ്ട് എന്തായാലും, നമുക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങുമ്പോൾ തന്നെ. അപ്പൊ നമുക്ക് ആ ഒരു റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ്. അപ്പൊ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യച്ചെടുത്ത് ഓടി വന്നോ. ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞിട്ട് സൗമ്യച്ച് എവിടെയാന്നുള്ളത്. ഇത് ചെമ്പുക്കാവിലാണ്, ചേറൂർ റോഡ്. ആ ഇറക്കത്തിൽ തന്നെയാണ്. നമ്മുടെ പാർലറിന്റെ പേര് ലാബോണിറ്റ. ഞാൻ എന്തായാലും പറയേണ്ട ആവശ്യമില്ല, കുറെ പേർക്ക് അറിയാൻ ചേച്ചില്ല. ഞാൻ എന്റെ വീഡിയോസിൽ കുറെ മേക്കപ്പ് ഒക്കെ എന്നെ സെറ്റ് ചെയ്ത് ഒരുക്കി തരാറുള്ള നമ്മുടെ സൗമ്യച്ചിയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്താണ് സംഭവം. സൗമ്യച്ച് കണ്ണാടിയൊക്കെ വെച്ച് സർജറി ചെയ്യാൻ വരുന്ന പോലെ വരുന്നുണ്ട് ഗൈസ്. എന്റെ ഉള്ളിലേക്ക് കൈയൊക്കെ വെച്ചിട്ട് സർജറിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അവസ്ഥയായി. എന്തൊക്കെ ഇതെന്താ സൗമ്യച്ച്? ഇത് UV ലാമ്പ്. ഈ ജെൽ പോളിഷ് നോർമൽ ടെമ്പറേച്ചറിൽ ഉണങ്ങില്ല. അപ്പം നമ്മൾ UV ലാമ്പിൽ വെച്ചിട്ടാണ് അത് ഡ്രൈ ആക്കിയത്. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. നെയിൽ പോളിഷൊക്കെ ഇതാക്കാറുണ്ട്. മറ്റു സാധനമില്ലേ, എന്താ ഇതിന് പറയാ, കാല് ഇതാക്കിയിട്ട് പെഡിക്യൂറൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. കാല് ഇതാക്കിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് സൗമ്യച്ചാണ് എന്നെ ഒരുക്കി എടുക്കാറ്. ഈ മുടിയൊക്കെ എന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തത് നമ്മുടെ സൗമ്യച്ചാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഷെയ്ഡാണ് ഇടുന്നത്. ഈ ഷെയ്ഡ് ഇട്ടതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഷെയ്ഡ് ഇടും. കാണാം അവസാനം നമുക്ക് എന്താണ് ഇതായിരിക്കണേന്ന് കേട്ടോ. ഈ ഷെയ്ഡാണ് തെറ്റിയിരിക്കും, പക്ഷേ ഈ ഷെയ്ഡല്ല, ഈ ഒരു ഷെയ്ഡാണ് ഗൈസ്. രസമുണ്ടല്ലേ ഗൈസ്? ഇതിലേതാ ഷെയ്ഡ് നല്ലതെന്ന് നിങ്ങൾ പറയണം കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ സൗമ്യച്ചൻ്റെ നഖത്തിനെ നല്ല സുന്ദരി കുട്ടപ്പിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ട്, ഇത് 1 മാസം വരെ നോക്കില്ലേ ചേച്ചി? അടിപൊളി. ഇങ്ങനെ ഓക്കെ. കണ്ടോ ഗൈസ്, നല്ല രസം കേട്ടോ. സോമിച്ചിക്ക് പറഞ്ഞത് നെയിൽ പോളിഷ് ഉള്ളിലൊക്കെ ഞാൻ ചെയ്തോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ റെഡ് നല്ല ഷെയ്ഡാ. നിങ്ങൾ ഏതാണ് ഷെയ്ഡ് പറഞ്ഞാൽ സോമിച്ച് ചെയ്ത് കൊടുക്കും അല്ലേ? ഓടി പോകുന്ന ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോ ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഗൈസ് ദാ എൻ്റെ നെയിൽ പോളിഷ് ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫേസ് റൈസർ ഇതാക്കിയത് കാർമസിയുടെ സൗമ്യച്ചിരുന്ന്. അപ്പൊ അതാ ഇവര് ഒരു വർക്ക് ഉണ്ട്, പോകുന്ന കളി. സൗമ്യച്ചി താങ്ക് യു സോ മച്ച്. ഇങ്ങനെ സുന്ദരിയാക്കി കൈ തന്നതിന്. അതുപോലെ തന്നെ ഇനി എന്റെ കൈ ശേഖരിക്കാൻ ഞാൻ അത് പറയുന്നില്ല. നമ്മളിവിടെ നിന്ന് പോവാണ് ഗൈസ്. ഇന്നെൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇന്നതിൻ്റെ ഒരു മിനി വ്ളോഗ് പോലെ സംഭവമാണ്. അപ്പോൾ ബൈ ബൈ. ഇത് ഇഷ്ടപ്പെട്ട ഓടി വന്നോട്ടെ എല്ലാവരും.